15 ലക്ഷം രൂപ വിലയുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങനായിട്ടുള്ള പോക്കറ്റ് മങ്കി നമ്മുടെ ട്രിവാൻഡ്രത്ത് എറിഞ്ഞു. അത്ഭുത കാഴ്ചയായി 10,000 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പൺ ബേർഡ് ഷോ. വിദേശത്ത് നിന്ന് എത്തിയ സുന്ദരികളായ മത്സ്യകന്യകം. അങ്ങനെ ഈ ഓണത്തിന് ട്രിവാൻഡ്രംകാർക്ക് അത്ഭുത കാഴ്ചകളായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ലുലു മാളിന് തൊട്ടടുത്തുള്ള മെഗാ ഓണം മിറാക്കിൾ എക്സ്. ട്രിവാൻഡ്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ 20,000 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ദുബായ് മിറാക്കിൾ ഗാർഡൻ. എസ്പെഷ്യലി പറയേണ്ട കാര്യമാണ് ഈ ക്യൂട്ട്നെസ് വാരി എറിയുന്ന വിദേശ മത്സ്യകന്യകമാരുടെ കൂടെ ഇഷ്ടമുള്ള പോസിലൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കിംഗ് ഡേയ്സിൽ 2 മണി തൊട്ടും അല്ലാത്ത ദിവസം 11 മണി തൊട്ടുമാണ്. ഞാനിവിടെ വന്നപ്പോൾ ആലോചിച്ചു, ഇത്രയും നേരം ഈ പെൺകുട്ടികൾ രണ്ടുപേരും ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം. കാര്യം മെർമേഡെന്ന് പേരുണ്ടെങ്കിലും അവർ നമ്മളെ പോലെ മനുഷ്യർ തന്നെയല്ലേ. പക്ഷെ രണ്ടുപേരെ അവിടെ വന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ അതിനകത്ത് കിടന്ന് ഒരുപാട് കസർത്തുകളും തലകുത്തി മറിയിലും ഒക്കെ കാണിക്കും. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു മടിയില്ലാതെ അവിടെ വന്ന് പോസ്റ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ നേരെ നോക്കി ഓരോരോ ചേഷ്ടകൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒന്നും സമയം പോയി അറിഞ്ഞില്ല. അടുത്ത സെക്ഷനിലോട്ട് പോകാൻ ഒട്ടും മനസ്സ് വന്നിട്ടല്ല, എന്നാലും അവരോട് ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്നത് ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ 10,000 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആമസോൺ ഓപ്പൺ ബേർഡ് ഷോ ആണ്. ഇവിടെ തന്നെ ഇവർ ഇണക്കി വളർത്തുന്ന ഒരുപാട് ജീവികളെ തൊടാനും അവരെ എടുക്കാനും അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. ആദ്യം ഒന്ന് കണ്ടപ്പോൾ പേടിച്ചെങ്കിലും അവനെ എടുത്ത് തോളിലോട്ട് വെച്ചപ്പോൾ പിന്നെ ആ പേടിയങ്ങ് മാറിയട്ടെ. എന്നാലും ഉള്ള മാലയും മോതിരം ഒക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പാമ്പിനെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പിന്നോട്ട് മാറി. അപ്പോൾ ധൈര്യശാലായിട്ട് ഒരാൾ ഞാൻ എടുക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. പക്ഷേ പാമ്പിനെ കൈ കിട്ടിയപ്പോഴേക്കും ആളുടെ വിധം മാറി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അതൊരു പാവം പാമ്പായിരുന്നു കേട്ടോ. പക്ഷെ അവൻ ശരിക്കും പേടിച്ച്. പിന്നെ ഇതേ ഇവൻ കാഴ്ചയിൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ഇവൻ ഭയങ്കര പാവമാണ് കേട്ടോ. ഞാൻ ഇവനെ മാത്രം ഒരുപാട് നേരം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഒരു പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടങ്ങിയിരുന്നോളും, ഒരു അനക്കം പോലും ഇല്ല. സത്യം പറഞ്ഞ് ഇവനെ ഒരുത്തിനെ മേടിച്ച് വളർത്തണമെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അത്രക്ക് അടിപൊളിയാണ് കേട്ടോ ആള്. നമ്മുടെ കയ്യിൽ അങ്ങ് ഇണങ്ങിയിരിക്കുന്ന കണക്ക് തന്നെ ഇരുന്നോളും. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര അത്ഭുത കാഴ്ചയായിരിക്കും ഈ ഓപ്പൺ ബേർഡ് ഷോ. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നോക്കുകയാണെങ്കിൽ മാനത്തൊക്കെ ഒരുപാട് കിളികൾ പറക്കുന്നത് നമുക്ക് എപ്പോഴും കാണാമായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, അത്രയും കിളികളൊന്നും നമ്മുടെ അവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും. മാത്രമല്ല ഈ പറഞ്ഞു കഴിഞ്ഞ കിളികളെയൊക്കെ ചെന്ന് ഇതേ ഇങ്ങനെയൊക്കെ കൈവച്ചൊക്കെ നമുക്ക് തൊട്ട് നോക്കാം. പിന്നെ ഇതാണ് പോക്കറ്റ് മങ്കി. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങാണ് എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ കിട്ടിയ അവസരം കളയണ്ട. ഇതിന് 15 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ ശരിയായ വില അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ മെഗാ സെയിലിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് ഫർണിച്ചേഴ്സും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ അച്ചാറിന്റെ ഷോപ്പ് എത്തിയപ്പോൾ സത്യം പറഞ്ഞ പാണ്ടിപ്പടയിലെ ദിലീപിന്റെ അവസ്ഥയായി പോയി. വായിലൂടെ വെള്ളം ഊറിട്ട് പാടില്ലായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്നവർ കുറച്ച് മാന്യന്മാരായതുകൊണ്ട് അവർ എല്ലാ അച്ചാറും ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമായി. പിന്നെ ഇതൊരു ആയുർവേദിക് സോപ്പാണ്. കയ്യിൽ തേച്ച ടാൻ പോകുമെന്നും പറഞ്ഞ് ലൈവായിട്ട് കാണിച്ചത്. വൈശാഖിന്റെ കയ്യിൽ ചെറിയൊരു മാറ്റം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നേരെ പോയി ഈ മിഠായി വേൾഡിലേക്കായിരുന്നു. നമ്മളുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരുപാട് മിഠായികളൂടെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന മിഠായികൾ. പിന്നെ ഒരുപാട് ഓർണമെന്റ്സിന്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാജേഴ്സിന്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് സ്റ്റാളിലേക്ക് പോയി. ഫുഡ് സ്റ്റാളിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു നോക്കി, കൊള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിന്റെ തൊട്ടടുത്തുള്ള വേൾഡ് മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഇവിടെ വന്ന് റീലെടുത്ത് ഇവരുടെ കടലോളം ഈവൻസുമായിട്ട് കൊളാബ് ചെയ്തിടുന്ന 10 പേർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വീഡിയോ.